മരത്തിലുണ്ട്, യാക്കോബാച്ച മരത്തിലുണ്ട്, ഓർത്തഡോക്സ് മരത്തിലുണ്ട്. അവർ ജീവിത പങ്കാളിയോട് വന്ന് കുടുംബസമേതം ഉടമ്പടിയിട്ടുണ്ട്. ഉടമ്പടി പുതുക്കിയിട്ടുള്ള 3, 4, 5 പുതുക്കിയിട്ടുള്ള യാക്കോബാച്ചന്മാരുണ്ട്. അപ്പോൾ ഇവർ ആദ്യ കാലങ്ങളിൽ കത്തോലിക്ക അച്ഛന്മാരും വന്ന് ചോദിക്കും, അച്ഛൻ നമ്മളൊക്കെ ഒരു ഉടമ്പടിയിലല്ലേ അച്ഛാ? അച്ഛൻ ഉടമ്പടി എടുത്തിട്ടാണല്ലോ അച്ഛനാണത്. ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. സിസ്റ്റർമാർ ചോദിക്കും, ഞങ്ങൾ ഉടമ്പടിയിലാണ്, പിന്നെ ഞങ്ങൾക്ക് എന്താണ് ഈ ഉടമ്പടി എന്ന് പറയും. ഞാൻ പറയും, രണ്ടും നമ്മളെടുത്ത ഉടമ്പടി ഈ ഉടമ്പടിയും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. എന്താണ് ഉടമ്പടി വ്യത്യാസം? ഞങ്ങളെടുത്ത ഉടമ്പടി എന്താ പറഞ്ഞത്? പ്രിയ മകനെ നീ, പിതാവ് നമ്മുടെ പഠനത്തിന് സമയത്ത് പുസ്തകം തരും, കർത്താവിന് വചനം തരും. പ്രിയ മകനെ നീ എന്താ ചെയ്യണം? ഇത് വിശ്വസിക്കണം, പിന്നെ എന്ത് ചെയ്യണം? ഇത് വിശ്വസിക്കണം, പിന്നെ എന്ത് ചെയ്യണം? ഇത് ജീവിക്കണം. അപ്പോൾ നമ്മളത് കർത്താവിൻ്റെ നാമത്തിൽ സഭയുടെ പ്രതീകമായി പിതാവിനോട് അനുസരണം വാഗ്ദാനം ചെയ്ത്. പക്ഷേ നമ്മുടെ മരുന്നുടമ്പടി വരുമ്പോൾ വേറെ പ്രശ്നമുണ്ട്. പ്രിയമകനെ നീ ഇത് വിശ്വസിച്ചാൽ മാത്രം പോരാ, ഇത് ജീവിച്ചാൽ മാത്രം പോരാ, ഇതെന്താണ് വെയിലും മഴയും കൊണ്ടാണ് ഇത് പ്രചരിപ്പിക്കണം. അതാണ് പ്രശ്നം. അപ്പോൾ ഇത് വ്യത്യാസം ഉണ്ടാകുന്നത്. ഇത് പ്രചരിപ്പിക്കണം. ഇത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. കർത്താവിന് കൈമാറണം. കർത്താവിന് കൈമാറാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് സഹായിക്കുന്നതാണ് എന്താ കാര്യം? ഈ പത്രം വെന്ത ചോറാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞത്. ഒരു ബൈബിൾ കൊടുത്താൽ ചിലപ്പോൾ അവർ വായിക്കത്തില്ല, വായിച്ചാൽ മനസ്സിലാകുന്നവർക്ക്. പക്ഷേ പത്രം കൊടുത്താൽ ആ ബൈബിൾ തന്നെ വെന്ത് പാലിച്ച് ജീവിതാനുഭവങ്ങളായിട്ടിരിക്കണം. ആ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ ആൾക്കാർ കർത്താവിന് അനുഭവം നൽകി ദൈവത്തിലേക്ക് വരും. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് വന്നിട്ട് ചോദിക്കും, പക്ഷേ ഞങ്ങളുടെ കാര്യസം അനുസരിച്ച്, ഞങ്ങളെ സഭയുടെ കാര്യസം അനുസരിച്ച് ഞങ്ങൾ ഇത് ചെയ്തല്ലേ? ഒബീഡിയൻസ്, ചാസ്റ്റിറ്റി, പോവർട്ടി, ദാരിദ്ര്യം പിന്നെ എന്താണ്? അനുസരണം, ദാരിദ്ര്യം, അനുസരണം, പിന്നെ കന്യാവ്രതം. ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ എടുത്തിട്ടില്ലേ? അത് ഉടമ്പടിയല്ലേ? അതിലെ ഉടമ്പടി. അപ്പോൾ ഞാൻ പറയും, സിസ്റ്ററെ അതൊക്കെ ശരിയാണ്, പക്ഷേ കർത്താവ് വേറെ ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്, ഒരു അപകടവാതിൽ. എന്താണത്? നിങ്ങളുടെ കാര്യത്തിന് പുറത്ത് ഡിസിഷൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അതാണ് മാർക്ക്. അല്ല, 5:46 സുഖം. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അതായത് ഈ കാര്യത്തിന് പുറത്ത് നമ്മൾ ചെയ്ത ഉടമ്പടിക്ക് പുറത്ത് ഈ വിശേഷ വിധിയായി ചെയ്യുന്നതിലാണ് ഉടമ്പടി ഫയറാകുന്നത്. അതെല്ലാവരും മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ വെടിമരുന്നിരിക്കണം അവിടെയാണ്. ഇന്ന് വെടിമരുന്നിരിക്കണം. ഒരു ഉടമ്പടി പെട്ടെന്ന് ഫയറാക്കണമെങ്കിൽ വിശേഷ വിധിയായി ചെയ്യാനുള്ള ഓപ്ഷൻസ് കണ്ടുപിടിക്കണം പ്രത്യേകമായിട്ട്. നമ്മൾ സാധാരണ ആൾക്കാർ ചെയ്യുന്നതിനേക്കാളും, സാധാരണ ഉടമ്പടിക്കാർ ചെയ്യുന്നതിനേക്കാളും എക്സ്ട്രാ ആയിട്ട്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ കൽപ്പിക്കപ്പെട്ട എല്ലാം ചെയ്താൽ അയാളെക്കുറിച്ച് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ ലൈബിള് 17 ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ. അപ്പോൾ സിസ്റ്റർമാരാണ് കടമ നിർവഹിക്കുക. കാര്യമനുസരിച്ചുള്ള ജീവിതമേ ജീവിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ചില സമയത്ത് സ്റ്റാറ്റസിൻ്റെ അത് ഇനിയും വളരാനുള്ള പുതിയ ചാൻസാണ് ഉടമ്പടി നൽകുന്നത്. നമുക്ക് വിശേഷ വിധിയായി ചെയ്യാനും നമ്മൾ കൽപ്പിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ ചെയ്യാനും അങ്ങനെ ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിലെ ദൈവത്തിന് തോന്നണം. എന്താണ് തോന്നുന്നത്? ദൈവത്തിൻ്റെ ഒരു വിശ്വാസിയാണ് എന്ന് തോന്നരുത്. എന്താണ്? യേശുക്രിസ്തുവിൻ്റെ സ്വന്തം ആൾക്കാരാണ് കണക്കൂട്ടാതെ ജീവിക്കുന്നത്. സ്വന്തം ആൾക്കാർ